ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഒരുക്കും സ്വാഗതം. ഈ വർഷം ഒരുപാട് സിനിമകൾ വിവിധ ഭാഷകളിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു ദിവസമായിട്ട് നാളെ ജൂൺ 19 എന്ന ദിവസം മാറുകയാണ്. ജൂൺ 22 വിജയുടെ ജന്മദിനമാണല്ലോ. ജന്മദിനാഴ്ച പ്രമാണിച്ച് വിജയുടെ ജില്ല എന്ന സിനിമ റീ റിലീസ് ആകുകയാണ്. നാളെ ജൂൺ 19 സിനിമയുടെ റീ റിലീസ്. ലാലേട്ടനും വിജയും ഒരുമിച്ച സിനിമ കൂടിയാണല്ലോ ജില്ല. കേരളത്തിലെ സിനിമയ്ക്ക് റീ റിലീസ് ഇല്ല. രണ്ട് പേരുകളിൽ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന അന്യഭാഷാ സിനിമയാണ് സാമന്ത് നായികവേഷത്തെ അവതരിപ്പിക്കുന്ന മാ ഇന്ത്യ ബംഗാരം അഥവാ എങ്കൾ തങ്കം. ചിത്രം നാളെ ജൂൺ 19 റിലീസാകുന്നു. ചിത്രത്തിന്റെ തെലുഗു ഡബിന് മോശമല്ലാത്തൊരു ബുക്കിംഗ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ബോളിവുഡിൽ നിന്നും കോക്ടെയിൽ 2 എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഷാഹിദ് കപൂർ, മൃണാൾ താക്കൂർ, രശ്മിക മന്ദാന തുടങ്ങിയവർ അഭിനയിച്ച സിനിമയ്ക്കും ഈ നേരത്തെ പറഞ്ഞ തെലുഗു സിനിമ പോലെ തന്നെ മോശമല്ലാത്ത ബുക്കിംഗ് റിലീസിന് മുന്നേ വന്നിട്ടുണ്ട്. എന്തായാലും സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട് കാത്തിരിക്കാം. സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. 100 സാമി എന്നൊരു തമിഴ് സിനിമ കൂടി നാളെ ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. വിജയ് ആന്റണി നായകനായി എത്തുന്ന സിനിമയിൽ മലയാളത്തിൽ നിന്നും സ്വാസിക കൂടി അഭിനയിക്കുന്നുണ്ട്. എന്തായാലും സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട് കാത്തിരിക്കാം. മലയാളത്തിൽ നിന്നും നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട സിനിമകളിലേക്ക് വന്നാൽ അതിലൊന്ന് ചിന്ന ചിന്ന ആസൈ എന്ന സിനിമയാണ്. ഇന്ദ്രൻസ് മധുബാല കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന സിനിമ. ഗോവിന്ദ് വസന്ത സംഗീതം നൽകി വരാനിരിക്കുന്ന ഈ സിനിമ മോളിവുഡിന്റെ അടുത്തൊരു ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ ആണ് എന്നാണ് പ്രീ റിലീസ് കണ്ടന്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കാം. വലിയൊരു സ്ക്രീൻ കൗണ്ട് സിനിമയ്ക്ക് ലഭ്യമായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം നാളെ മികച്ച സ്ക്രീൻ കൗണ്ടോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ബാലൻ എന്ന സിനിമയാണ്. ചിദംബരം മഞ്ഞുമൽ ബോയ്സിന് ശേഷം സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് ബാലൻ. മോളിവുഡിന് അടുത്തൊരു യൂണിക് സിനിമാനുഭവം നൽകും ബാലൻ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പ്രിയദർശൻ എല്ലാം തന്നെ പറഞ്ഞത് വെച്ച് നോക്കിയാൽ സിനിമ വളരെ മികച്ചൊരു സിനിമാനുഭവം നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുമെന്ന് വ്യക്തമാകുന്നു. ഒരുപാട് അഭിനേതാക്കൾ കൂടി അഭിനയിച്ച സിനിമ കൂടിയാണ് ബാലൻ. കെവിൻ പ്രൊഡക്ഷൻസ് നിർമ്മിച്ചതുകൊണ്ട് മികച്ചൊരു പ്രീ റിലീസ് പ്രൊമോഷൻ സിനിമയ്ക്ക് നൽകാനായിട്ട് കഴിഞ്ഞു. എന്നാൽ മികച്ചൊരു പ്രീസെൽ കളക്ഷനിലേക്ക് ഇനിയും സിനിമ എത്തപ്പെട്ടോ എന്ന് സംശയിക്കുന്നു. 40 ലക്ഷത്തിലേക്ക് സിനിമയുടെ പ്രീസെയിൽ അടുക്കുന്നു. അപ്പോൾ സിനിമ നല്ല അഭിപ്രായങ്ങൾ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. നിങ്ങൾ ഈ പറഞ്ഞ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏത്? അഭിപ്രായങ്ങൾക്ക് കാത്തിരിക്കൂ.